വരാൻ പോകുന്ന എക്സാംസിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കറൻറ്റ് അഫയേഴ്സ്. എന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുമാണ്. നിങ്ങളുടെ കറൻറ്റ് അഫയേഴ്സ് പ്രിപ്പറേഷൻ എളുപ്പമാക്കി തരികയാണ് ഡോട്ട്സ് അക്കാഡമി ഈ ഒരു സെഷനിലൂടെ. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹു ഹാസ് വൺ ദി 2023 ഏഷ്യൻ ബില്ലിയർഡ്സ് ടൈറ്റിൽ? സോ ചോദ്യം എന്താണ്? 2023 ഏഷ്യൻ ബില്ലിയർഡ്സ് ടൈറ്റിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കാണ് ഏഷ്യൻ ബില്ലിയർഡ്സ് ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്? പങ്കജ് അദ്വാനിക്കാണ്. പങ്കജ് അദ്വാനി കൺസിക്യൂട്ടീവ്ലി വൺ ദി 2022 ആൻഡ് 2023 ബില്ലിയർഡ്സ് ടൈറ്റിൽസ്. രണ്ട് ടൈറ്റിൽസും 2022 2023 അദ്ദേഹത്തിന് തന്നെയാണ് കിട്ടിയത്. എന്നാൽ 2024 ധ്രുവ് സീത്വാലക്കാണ് കിട്ടിയിരിക്കുന്നത്. He was the winner of the Asian Billiards Championship and he defeated Pankaj Advani. So 2024 പങ്കജ് അദ്വാനിയെ ഡിഫീറ്റ് ചെയ്തിട്ട് ധ്രുവ് സീത്വാല കിട്ടി. എന്നാൽ 2022 2023 കിട്ടിയിരിക്കുന്നത് പങ്കജ് അദ്വാനിക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ലാർജസ്റ്റ് contiguous stretch of dense forest land in central India that is often called the lungs of Chhattisgarh? സോ ലങ്സ് ഓഫ് ഛത്തീസ്ഗഡ് എന്നറിയപ്പെടുന്ന ഒരു ഡെൻസ് ഫോറസ്റ്റ് ലാൻഡ് ഉണ്ട് സെൻട്രൽ ഇന്ത്യയിൽ. കണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ലാൻഡാണ് വരുന്നത്. അപ്പം ഈ ഫോറസ്റ്റ് ലാൻഡ് ലങ്സ് ഓഫ് ഛത്തീസ്ഗഡ് എന്നറിയപ്പെടുന്ന ഈ ഫോറസ്റ്റ് ലാൻഡിൻ്റെ പേര് എന്താണെന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പേര്? അതിൻ്റെ പേരാണ് ഹസ്ദിയോ അരന്ത് ഫോറസ്റ്റ്. ഹസ്ദിയോ അരന്ത് ഫോറസ്റ്റ് ഇറ്റ് ഈസ് ഓൾസോ ദി പ്രപ്പോസ്ഡ് സൈറ്റ് ഫോർ ലെമ്രു എലിഫൻറ്റ് റിസർവ്. ലെമ്രു എലിഫൻറ്റ് റിസർവിൻ്റെ ഒരു പ്രപ്പോസ്ഡ് സൈറ്റ് കൂടിയാണ് ഹസ്ദിയോ അരന്ത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ലെമ്രു ഫോറസ്റ്റ് എലിഫൻറ്റ് റിസർവ് വരുന്നത് കോർബ ഡിസ്ട്രിക്റ്റിലാണ്. Korba district of Chhattisgarh, right? So tribal villages here have strenuously opposed the proposed opening of the new coal mine here over a decade. So ഇവിടെ ഒരു കോൾ മൈൻ ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അതിനെ സ്ട്രെനുവസ്ലി വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈബൽ. സോ ലെമ്രു എലിഫൻറ്റ് റിസർവ് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഹസ്ദിയോ അരന്ത് ഫോറസ്റ്റ് വിച്ച് ഇസ് കോൾഡ് ദി ലങ്സ് ഓഫ് Chhattisgarh. Next question, name the first and only state in India to legislate the right to health. So right to health, ഹെൽത്തിനുള്ള ഒരു അവകാശമാണെന്ന് പറഞ്ഞിട്ട് ലെജിസ്ലേറ്റ് ചെയ്തു, നിയമമുണ്ടാക്കിയ ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ്, ആദ്യത്തതും ഒരേ ഒരു സ്റ്റേറ്റും ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആ സ്റ്റേറ്റ്? The state is രാജസ്ഥാൻ. സോ ദ രാജസ്ഥാൻ്റെതാണ് ദ റൈറ്റ് ടു ഹെൽത്ത് ആക്ട് 2023, RTH എന്ന് പറയും, റൈറ്റ് ടു Health 2023. Then this was passed on March 21st. 2023 മാർച്ച് 21 ഇത് പാസ്സാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദി റൈറ്റ് ടു ലൈഫ്. സോ റൈറ്റ് ടു ലൈഫിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫുമായിട്ട് കൺസിസ്റ്റൻ്റ് ആണ് ഈ റൈറ്റ് ടു ഹെൽത്ത്. റൈറ്റ് ടു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അത് ലെജിസ്ലേറ്റ് ചെയ്ത ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. Statue of Knowledge, a 70 feet tall statue of Dr. Babasaheb Ambedkar will be unveiled in. So the question is Statue of Knowledge, 70 feet tall statue ആണ്, ബാബാസാഹബ് അംബേദ്കറിനെയാണ്. എവിടെയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്, എവിടെയാണ് അൺവീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അൺവീൽ ചെയ്തു ഇൻഫാക്ട്. ഓക്കെ, സോ വിൽ ബി അൺവീൽഡ് അല്ല, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ അൺവീൽഡ്. സോ എവിടെയാണ് ബാബാസാഹബ് അംബേദ്കറിൻ്റെ ഈ ഒരു സ്റ്റാച്യു ഓഫ് നോളജ് വരുന്നത്? ദാറ്റ് ഇസ് ഇൻ ലത്തൂർ, മഹാരാഷ്ട്രയിൽ ലത്തൂർ എന്ന് പറയുന്ന പ്ലേസിലാണ് ബാബാസാഹേബ് അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഓഫ് നോളജ് എന്ന് പറയുന്ന ഈ ടോൾ സ്റ്റാച്യു ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ലത്തൂർ എന്ന് പറയുന്ന പ്ലേസിനൊരു പ്രത്യേകത ഉണ്ട്. 1993 അവിടെ ഒരു മാസീവ് എർത്ത് ക്വേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഏകദേശം 10,000 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ഭൂമി ഉൾക്കൊണ്ടായ സ്ഥലമാണ് ലത്തൂർ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ബാബാസാഹേബ് അംബേദ്കറിൻ്റെ മറ്റൊരു സ്റ്റാച്യുവും കൂടിയുണ്ട്, ദ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ അത് കിടക്കുന്നത് വിജയവാഡ, ആന്ധ്രാപ്രദേശിലാണ്. ദാറ്റ് ഈസ് 125 ഫീറ്റ് ടോൾ സ്റ്റാച്യു ആണ്. അത് നമ്മൾ പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ സ്മൃതി വനം എന്നാണ്. ദ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഡോക്ടർ BR അംബേദ്കർ സ്മൃതി വനം, ദാറ്റ് ഈസ് ഇൻ വിജയവാഡ, ആന്ധ്രാപ്രദേശ്. സ്റ്റാച്യു ഓഫ് നോളജ് അഗെയിൻ ബാബാസാഹേബ് അംബേദ്കറിൻ്റെയാണ്, പക്ഷേ ദാറ്റ് ഈസ് ഇൻ മഹാരാഷ്ട്ര. Next question, the Archaeological Survey of India has warned that Khandagiri and Udayagiri caves are eroding and the speed of deterioration has been rapid in the last 10 years.
it was located അല്ല it is located in. So ഉദയഗിരി ആൻഡ് ഖണ്ഡഗിരി കേവ്സ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭയങ്കര റാപ്പിഡായിട്ടാണ് അത് ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെവിടെയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഇൻ ഭുവനേശ്വർ, ഒഡീഷ. ഇതിന് പഴയ പേരെന്ന് പറയുന്നത് കട്ടക ഗുംഫ എന്നായിരുന്നു. ഈ കട്ടക ഗുംഫ എന്നുള്ള പേരാണ് നമ്മൾ ഇന്നും ഒഡീഷയിലൊരു സ്ഥലമുണ്ട് കട്ടക് എന്ന് പറയുന്നത്. സോ കട്ടക് കേവ്സ് എന്നും ഈ പറയുന്ന ഉദയഗിരി ഖണ്ഡഗിരി കേവ്സിനെ പറയാറുണ്ട്. സോ കട്ടക ഗുംഫ, കട്ടക് കേവ്സ് എന്ന് പറയാറുണ്ട്. ഉദയഗിരിയിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കിങ് ഖരവേല, കലിംഗ ഡൈനാസ്റ്റിയുടെ, കലിംഗ കിങ്ഡത്തിലെ കിങ് ഖരവേലയുടെ ഇൻസ്ക്രിപ്ഷൻ കിടക്കുന്നത് ഈ ഉദയഗിരിയിലാണ്. സോ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു പോവുക. What is the theme of 2023 World Tuberculosis Day? So World Tuberculosis Day 2023യുടെ തീമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് നമുക്ക് തീം അറിഞ്ഞിരിക്കണം, പിന്നെ രണ്ടാമത്തെ കാര്യം ഇതെപ്പം ഏത് ദിവസമാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദ വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേയുടെ തീം വരുന്നത് യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ്. അത് 2023 മാത്രമല്ല 2024 സെയിം തന്നെയാണ്, യെസ് വി ക്യാൻ എൻഡ് TB. ഓക്കെ, സോ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ മാർച്ച് 24 വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേ വരുന്നത്. ഇറ്റ് കമ്മമറേറ്റ്സ് എ ഡേറ്റ് in 1882 when Robert Koch announced his discovery of Mycobacterium tuberculosis. അപ്പം ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഡിസ്കവറിയോടനുബന്ധിച്ച് ആ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് 1882 കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഡോക്ടർ റോബർട്ട് കോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ചീത്ത ഹു ഡൈഡ് ഇൻ കുനോ നാഷണൽ പാർക്ക്? സോ കുനോ നാഷണൽ പാർക്കിൽ ഈയിടെ മരിച്ച ചീത്തയുടെ പേര് എന്താണെന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പേര്? സാഷ എന്നുള്ളതാണ്, സാഷ. സോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമീബിയനായിട്ടും കുറച്ച് ചീത്താസിനെ നമ്മൾ കുനോ നാഷണൽ പാർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏകദേശം 8 എണ്ണം ഇവിടുന്ന് കൊണ്ടുവന്ന അതിൽ നിന്ന് 8 എണ്ണം ഡൈഡ്. ആൻഡ് കുനോ നാഷണൽ പാർക്ക് ഓർത്ത് വയ്ക്കുക, കുനോ നാഷണൽ പാർക്ക് ഈസ് ഇൻ മധ്യപ്രദേശ് ആൻഡ് ഇറ്റ് ഈസ് നെസ്റ്റിൽഡ് നിയർ ദ വിന്ധ്യൻ ഹിൽസ്. ആൻഡ് കുനോ റിവർ, അതായത് ഒരു ചമ്പൽ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്, അത് ഇതിലേക്കൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത് കുനോ നാഷണൽ പാർക്ക് എന്നുള്ളത്. Which country has recently become the dialogue partner of the Shanghai Cooperation Organization? So Shanghai Cooperation Organization ആണ് SCO എന്ന് പറയുന്നത്. അതൊരു യുറേഷ്യൻ ഓർഗനൈസേഷൻ ആണ്. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ് ചെയ്ത കോപ്പറേഷൻ ആണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചൈന ആൻഡ് റഷ്യ ഇൻ 2001. സോ ചൈനയും റഷ്യയും കൂടിയിട്ട് 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷനാണ് SCO. നമ്മുടെ ചോദ്യം എന്താണ്? റീസെൻ്റ്ലി ഡയലോഗ് പാർട്ട്ണർ ആയിട്ടുള്ള കൺട്രി ഏതാണെന്നുള്ളതാണ്. റീസെൻ്റ്ലി ഡയലോഗ് പാർട്ട്ണർ ആയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഓക്കെ, ഷാങ്ഹായ് കോപ്പറേഷൻ്റെ SCOൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും കൂടി ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഇൻ ബീജിംഗ്. ബീജിംഗിലാണ് വരുന്നത്. ചൈന ആൻഡ് ഇന്ത്യ SCOയുടെ ഒരു മെമ്പറാണ്. നെയിം ദ കൺട്രി ഇൻ വിച്ച് മാർബർഗ് വൈറൽ ഡിസീസ് ഡെത്ത് cases were reported recently in 2024. So Marburg viral disease death cases എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് 2024? എവിടെയാണ്? റുവാണ്ടയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ മാർബർഗ് വൈറസ്, മാർവ് എന്ന് പറയും, പിന്നെ വേറൊരു വൈറസും കൂടിയുണ്ട് റോൺ വൈറസ് എന്ന് പറയുന്നത്. ഈ 2 വൈറസും കൂടി ചേർന്നിട്ടാണ് ഈ മാർബർഗ് വൈറസ് ഡിസീസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫെറ്റാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 88% ആണ്. അതായത് അത്യാവശ്യം നന്നായിട്ട് നല്ല ഡെഡ്ലി ആയിട്ടുള്ള വൈറസ് തന്നെയാണ് ഈ പറയുന്ന മാർബർഗ് വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനിങ്ങനെ ഒരു പേര് വരാനുള്ള കാരണമുണ്ട്. കാരണം മാർബർഗ് എന്ന് പറയുന്ന സ്ഥലവും ഫ്രാങ്ക്ഫർട്ട്, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുമാണ് ഇത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത് 1967. പിന്നെ ബെൽഗ്രേഡ്, ദാറ്റ് ഇസ് ഇൻ സെർബിയ, അവിടെ ആ പറയുന്ന പ്രദേശത്തും കൂടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ മാർബർഗ് വൈറൽ ഡിസീസ് ഓർത്ത് വയ്ക്കുക. റീസെൻറ്റ് ഡെത്ത് കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റുവാണ്ടയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഏജ് ഫോർ ദി ഓംബുഡ്സ്മാൻ ഓഫ് ദി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി വാസ് റേസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഫ്രം 65 to. സോ ഓംബുഡ്സ്മാൻ, അതായത് ഈ ഓംബുഡ്സ്മാൻ എന്താണത്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഓംബുഡ്സ്മാൻ ആയിരുന്നു. ഓംബുഡ്സ്മാൻ്റെ നേരത്തെ ഏജ് എന്ന് പറയുന്നത് 65 years ആയിരുന്നു. അത് റീസെൻ്റ്ലി അത് റേസ് ചെയ്തിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏജ് 65 നിന്നും 70 years ആക്കിയിട്ടുണ്ട്. ദി ഓംബുഡ്സ്മാൻ വിച്ച് ഇസ് അപ്പോയിൻറ്റഡ് ബൈ PFRDA. PFRDA എന്താണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി.
It receives, considers and facilitates resolution of complaints or grievances. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിനെ റിഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് PFRDയുടെ ഓംബുഡ്സ്മാൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിൽ ഇതും കൂടി പഠിക്കുക. PFRD എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ്. PFRDA ആക്ട് പ്രകാരം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. PFRD ആക്ട് ഇൻ 2014 സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. PFRD ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് 2014 ആൻഡ് ഈ ഓംബുഡ്സ്മാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്